ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്നതായ ബാലഗണപതി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഗണപതി മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഉരുവിട്ട് തുടങ്ങുന്ന ആ സമയവേളയിൽ തന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. അത്ഭുത മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം. കാര്യസാധ്യത്തിനായിട്ട് വളരെ പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന, അല്ലെങ്കിൽ ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഫലം ലഭിക്കുന്നതായ കാര്യസാധ്യ മന്ത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു മന്ത്രത്തെ വിധിപ്രകാരം ഉരുവിടുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ഭവിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഈ മന്ത്രത്തെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രത്തെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരാൾ ഉരുവിട്ടാൽ പോലും നിങ്ങളുടെ വീടിനും നിങ്ങളുടെ ആ കുടുംബത്തിനും സർവ ഐശ്വര്യമാണ് ഫലം. നിങ്ങളുടെ ആ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം രാവിലെ പ്രഭാതവേളയിൽ ഉരുവിട്ട് കഴിഞ്ഞ് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് സന്ധ്യാവന്ദനയ്ക്ക് മുൻപായിട്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു ആഗ്രഹം ഈ ഗണപതി ഭഗവാൻ നേടിത്തരുന്നത് ആയിരിക്കും. അത്തരത്തിൽ അത്ഭുത ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രമാണ് ബാലഗണപതി മന്ത്രം. നമുക്ക് ആ അത്ഭുത മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. എന്നതിന് ശേഷം ഇതിൻ്റെ വിധാനങ്ങളും ഈ മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്നും ഒക്കെ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ബാലഗണപതി മന്ത്രം. ഈ ഒരു മന്ത്രത്തെ നന്നായി പഠിച്ചു ഉറച്ചതിന് ശേഷം മാത്രമേ ഉരുവിട്ട് തുടങ്ങാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ ഈ കാണുന്ന ഋഷി, ഛന്ദസ്, ദേവത മുതലായവ ഒരു തവണ ഉച്ചരിക്കേണ്ടതാണ്. എന്നതിന് ശേഷം രണ്ടാമതായി പറയുന്ന ആ ധ്യാന ശ്ലോകവും ഉരുവിടേണ്ടതുണ്ട്. ആദ്യമേ തന്നെ ഈ ഒരു ഋഷി, ഛന്ദസ്, ദേവത മുതലായവ എങ്ങനെയാണ് ഉരുവിടേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് ഭാർഗവ ഋഷി എന്നും, നിങ്ങളുടെ മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അനുഷ്ടുപ് ഛന്ദ എന്നും, നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ബാലഗണേശോ ദേവത എന്നും ഒരു തവണ ഉരുവിടേണ്ടതാണ്. എന്നതിന് ശേഷം ഈ കാണുന്നതായ ധ്യാന ശ്ലോകത്തെ 3 തവണ ഉരുവിടേണ്ടതുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഈ ധ്യാന ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. കരസ്ഥ കദളി ചൂത പനശേഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. കരസ്ഥ കദളി ചൂത പനശേഷുക മോദകം ബാലസൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. ഇങ്ങനെയാണ് ഈ ഒരു ധ്യാന ശ്ലോകം ഉരുവിടേണ്ടത്. 3 തവണ ധ്യാന ശ്ലോകം ഉരുവിട്ടതിന് ശേഷം വേണം ഈ ഒരു ബാലഗണപതി മന്ത്രം ഉരുവിടാൻ. അതിരാവിലെയോ, അതായത് 6 മണിക്ക് മുൻപായോ, അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യാവന്ദന വേളയിലോ ഈ മന്ത്രം ഉരുവിടാവുന്നതാണ്. അതിന് സാധിക്കാത്തവർ രാവിലെ നിങ്ങൾ ഒരു നിശ്ചിത സമയം കണ്ടെത്തി ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. അതിരാവിലെ മന്ത്രം ഉരുവിടുന്നതാണ് അത്യുത്തമം. ഈ ഒരു സമയവേളയിൽ മന്ത്രം ഉരുവിടാൻ സാധിക്കാത്തവർ വൈകിട്ടുള്ള സന്ധ്യാവന്ദന വേളയിലും മന്ത്രം ഉരുവിടാവുന്നതാണ്. 108 തവണ നിങ്ങൾ ഈ കാണുന്ന ബാലഗണപതി മന്ത്രം ദിവസേന ഉരുവിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതുവിധ ആഗ്രഹങ്ങളും യഥേഷ്ടം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള വിഘ്ന നിവാരണത്തിന് ഗണപതി മന്ത്രത്തേക്കാൾ ശക്തിയേറിയ മറ്റൊരു മന്ത്രം ഇല്ല തന്നെ എന്ന് പറയാം.
അത്തരത്തിൽ അത്ഭുത ഫലം ലഭിക്കുന്നതായ ബാലഗണപതി മന്ത്രത്തെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് ബാലഗണപതി മന്ത്രം. ഒരു തവണ നമുക്ക് ഈ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഗം ഗണപതേ ബാലഗണേശോ നമ. ഗം ഗണപതേ ബാലഗണേശോ നമ. ഇങ്ങനെയാണ് ഈ മന്ത്രം ഉരുവിടേണ്ടത്. 108 തവണ രാവിലെയോ വൈകിട്ടോ ഈ ഒരു മന്ത്രം ദിവസേന ഉരുവിടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഈ ഒരു ഗണപതി ഭഗവാൻ നേടിത്തരുന്നതാണ്. മന്ത്രം ഉരുവിടേണ്ടവർ ശ്രദ്ധിക്കേണ്ടതായ ഒരു വശമുണ്ട്. ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബാലകനായ ഗണപതിയെ സങ്കല്പിക്കേണ്ടതാണ്. പല്ലു മുളയ്ക്കാത്തതായ കുഞ്ഞു ഗണപതി രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ച് ഈ ഒരു മന്ത്രം ഉരുവിടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ക്ഷിപ്രവേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ വ്രതശുദ്ധിയോടുകൂടി ആർത്തവ പുല വെല്ലായ്മ ഇല്ലാത്ത സമയം നോക്കി വേണം മന്ത്രം ഉരുവിടുവാൻ.